ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിന് നാളെ സമാപനമാവും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് സംസ്ഥാനത്ത് ആവേശകരമായ വരവേൽപ്പ്. സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2606 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുളയിൽ നിന്ന് പുറപ്പെടും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 6ാം പതിപ്പിന്റെ ലോഗോ പ്രകാശനം ഇന്ന്. വാർത്തകൾ വിശദമായി. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 പ്രകാരം പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാമതാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചി 2ഉം തിരുവനന്തപുരം 4ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 18 മുതൽ 21 വയസ്സുവരെ പ്രായപരിധിയുള്ളവരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനവും കേരളത്തിനാണ്. കമ്പ്യൂട്ടർ സ്കിൽസിൽ സംസ്ഥാനങ്ങളിൽ കേരളം 3ാം സ്ഥാനത്തും നഗരങ്ങളിൽ തിരുവനന്തപുരം 1ാം സ്ഥാനത്തുമാണ്. രാജ്യത്തുടനീളം 3.88 ലക്ഷം യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് വിപുലമായി നടത്തിയ നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 തയ്യാറാക്കിയിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി കാട്ടാക്കടയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ നടന്നു. കാട്ടാക്കട തൂങ്ങാംപാറ കാളിദാസ് ഓഡിറ്റോറിയത്തിലാണ് രാവിലെ പ്രഭാതയോഗം നടന്നത്. നാളെ കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 6-ന് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സംയുക്ത സദസ്സോടെ നവകേരള സദസ്സ് സമാപിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ദൌത്യവുമായി ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട, ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, തലപ്പലം പഞ്ചായത്തുകളിലും യാത്ര ഇന്ന് എത്തിച്ചേർന്നു. പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിലും ഇന്ന് പര്യടനം നടന്നു. കോഴിക്കോട് ജില്ലയിൽ ചെങ്ങോട്ടുകാവിലും മലപ്പുറം ജില്ലയിൽ കുറവ, മങ്കട പഞ്ചായത്തുകളിലും ഇന്ന് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നു. ഇടുക്കി ജില്ലയിൽ ദേവികുളത്തും കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ് നഗരസഭകളിലും കൂടാളി, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടന്നു. തൃശൂർ ജില്ലയിലെ PM കിസാൻ പദ്ധതി ഗുണഭോക്താവ് ശ്രീ അരവിന്ദാക്ഷൻ തന്റെ മികച്ച അനുഭവങ്ങൾ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളിലും ഞാൻ അംഗമാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് PM കിസാൻ 2000 രൂപ, ഒരു വർഷത്തിൽ 6000 രൂപ കിട്ടുന്ന തുടങ്ങിയ മുതൽക്ക് യാതൊരുവിധ മുടക്കില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വേറൊന്ന് നെൽകൃഷിക്ക് ഇൻഷുറൻസ്. പിന്നെ അതുകൂടാതെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി, അതായത് ഓരോ പ്രദേശത്തെയും ജൈവ വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നതിനും ജൈവ കൃഷി വേണ്ട വിധത്തിൽ നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതി അതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 2606 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 265 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഒരു കോവിഡ് മരണവും ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയിലെ വിലയേക്കാൾ കുറച്ച് സപ്ലൈകോ നൽകുന്ന സബ്സിഡി നിരക്കിലാണ് വിൽക്കുന്നത്. സർക്കാർ സബ്സിഡി ഇനങ്ങളോടൊപ്പം നോൺ സബ്സിഡി സാധനങ്ങൾ 10% മുതൽ 40% വരെ പൊതുവിപണിയേക്കാൾ വില കുറച്ച് വിൽപ്പന നടത്തും. 175 ത്രിവേണി സ്റ്റോറുകൾ, 27 മൊബൈൽ ത്രിവേണി സ്റ്റോറുകൾ എന്നിവ മുഖേനയാണ് വിൽപ്പന നടത്തുന്നത്. ഞായറാഴ്ച ഉൾപ്പെടെ ഡിസംബർ 30 വരെ ചന്തകൾ പ്രവർത്തിക്കും. ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാർ അഭിഭാഷകൻ ഉയർത്തിയ വാദം കോടതിയുടെ വിമർശനത്തെ തുടർന്ന് പിൻവലിച്ചു. പരാതിക്കാരിയെ ഇകഴ്ത്തിക്കാട്ടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. വിധവാ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ലെന്നും സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായതിനാൽ പണം നൽകാൻ ഇപ്പോൾ കഴിയില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഒരാൾക്ക് മാത്രമായി പെൻഷൻ കൊടുക്കാൻ കഴിയില്ലെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. ഹർജി ഹൈക്കോടതി അടുത്ത മാസം 4-ന് വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള
രഥഘോഷയാത്ര നാളെ ആരംഭിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 7 മണിക്കാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമാകുക. ഈ മാസം 26-ന് ഉച്ചയോടെ ഘോഷയാത്ര പമ്പയിൽ എത്തിച്ചേരും. 27-നാണ് മണ്ഡലപൂജ. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് മുക്കുഴി, അഴുതക്കടവ്, കാനനപാതകളിലൂടെ കടന്നുപോകുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇതുവഴിയുള്ള പ്രവേശന സമയം ദീർഘിപ്പിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അഴുതക്കടവിലെ പ്രവേശന സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെയും മുക്കുഴിയിലെ പ്രവേശന സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 4:30 വരെയുമാണ് ദീർഘിപ്പിച്ചത്. ശബരി സ്പെഷ്യൽ ട്രെയിനിന് ഏറ്റുമാനൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ശബരിമല യാത്രയിലെ പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ദിവസവും ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്നത് പരിഗണിച്ചാണ് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചത്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുൻ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കീഴടങ്ങിയാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കാലതാമസമില്ലാതെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് P. ഗോപിനാഥ് നിർദ്ദേശിച്ചു. സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന കാരണത്താൽ തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ കേസ് അട്ടിമറിക്കാനോ ശ്രമം നടത്തരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവിനെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ഈ മാസം 27-ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് UDF കൺവീനർ MM ഹസൻ. ഇത്തരത്തിൽ കേസെടുക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമാണെന്നും ജനകീയ പ്രതിഷേധങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയുടെ ഭാഗമായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനായി തിരുവനന്തപുരം നഗരസഭ അൻപൊട് കേരളം ക്യാമ്പയിന് തുടക്കമിട്ടു. ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന ഭക്ഷ്യസാധനങ്ങളും വസ്ത്രങ്ങളും ശുചീകരണ സാധനങ്ങളും നഗരസഭ ഈ ജില്ലകളിൽ നേരിട്ടെത്തിക്കും. നഗരസഭയുടെ പ്രധാന ഓഫീസിലെ കൌണ്ടറുകളിൽ പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കാവുന്നതാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 6ാം പതിപ്പിന്റെ ലോഗോ പ്രകാശനം കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ നിർവഹിക്കും. ചെന്നൈയിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ ഗെയിംസിന്റെ ഔദ്യോഗിക ജേഴ്സി, ഭാഗ്യചിഹ്നം, തീം സോങ് എന്നിവയും കേന്ദ്രമന്ത്രി പ്രകാശനം ചെയ്യും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ ഇന്നിംഗ്സിന്റെ 2ാം ദിനം അവസാനിച്ചപ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 376 റൺസ് എന്ന നിലയിൽ. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ വനിതകൾ 157 റൺസിന് മുന്നിലാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇന്നലെ 1ാം ഇന്നിംഗ്സിൽ 219 റൺസിന് പുറത്തായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 242 പോയിന്റ് ഉയർന്ന് 71,107-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 94 പോയിന്റ് നേട്ടത്തിൽ 21,349-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 5,800 രൂപയും പവന് 200 രൂപ ഉയർന്ന് 46,400 രൂപയുമാണ് ഇന്നത്തെ വില. അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട മിതമായ മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ കേരളം രാജ്യത്ത് ഒന്നാമതെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിന് നാളെ സമാപനമാവും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് ആവേശകരമായ വരവേൽപ്പ്. സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2606 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുളയിൽ നിന്ന് പുറപ്പെടും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 6ാം പതിപ്പിന്റെ ലോഗോ പ്രകാശനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.